ക്രിയേറ്റീവ് ജോലി ഏറ്റെടുക്കാനാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഒരു അക്കാഡമിക് പ്രൊഫൈലിൽ നിൽക്കുകയാണെങ്കിൽ തനിക്ക് ഇഷ്ടമുള്ള പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു ജോലി ഏറ്റെടുക്കണമെങ്കിൽ ഒത്തിരി അധികം പ്രഷറിലൂടെ വേണം ഇപ്പോഴും സ്ത്രീകൾ കടന്നു ചെല്ലാനായിട്ട്. ഈ ഒരു ഹഡിൽസ് അവരുടെ ക്രിയേറ്റിവിറ്റിയെ അഫക്റ്റ് ചെയ്യാറുണ്ടോ? തീർച്ചയായും. ഏറ്റവും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് സ്ത്രീയാണെന്ന്. ഏറ്റവും ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഭയങ്കരമായ ക്രിയേറ്റിവിറ്റി ഉള്ള മനുഷ്യരാണ് സ്ത്രീകൾ. പക്ഷെ അത് എത്രമാത്രം അവരുടെ ലൈഫിൽ അവർക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീരെയില്ല. അങ്ങനെ കഴിയാതെ വരുന്നതിൻ്റെ കാരണം ഈ ഹഡിൽസാണ്. ഈ ഹഡിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ ഈ ചേച്ചി പറഞ്ഞ ഗൃഹത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ട് വളരുമ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയിലേക്ക് പോവാൻ പൊട്ടിച്ചെറിയാനുള്ള ഒരു ടെൻഡൻസി ഉള്ള ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറെ കൂടെ ബാക്കിയുള്ളവർക്കും കംഫർട്ടബിൾ ആവുന്ന ഒരു സോണിലേക്ക് പോകും. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സ്ത്രീകളുടെ പ്രഷർ ഭയങ്കരമാണ്. അവർ എപ്പോഴും സ്ട്രെസ്സിലാണ്. സ്ട്രെസ്സിൽ മാത്രമല്ല ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അവരുടെ ലൈഫിൽ അവരെങ്ങനെയാണോ ആയിത്തീരേണ്ടത് ആ രീതിയിലേക്ക് അവർക്ക് ആവാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല. പക്ഷെ അതേസമയം ഒരു വ്യക്തി എന്ന നിലയിൽ ഈ പറയുന്ന കംഫർട്ട് സോണിന് ഒരു ആത്മാർത്ഥമായിട്ട് നീതി പുലർത്താനും ഇവർക്ക് കഴിയില്ല. അങ്ങനെയുള്ള ഒരു ആളുകളാണ് ഒരുപാട് അനേകം പേര്. അതിൽ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറഞ്ഞ കഥ അതിൽ ഈ പറഞ്ഞ പോലെ ഒരു പ്രായമുള്ള അമ്മ കല്യാണം കഴിച്ച് ഈ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ അവൾക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ മനസ്സിലായി ഇത് മുഴുവൻ ഇതിൻ്റെ പരിമിതികൾ മനസ്സിലായി. അപ്പോൾ ഈ വയസ്സായ ഒരു അമ്മയുണ്ട്, അമ്മൂമ്മ, ഡിമെൻഷ്യ ഉണ്ട് അവർക്ക്, എല്ലാം മറന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ കുറേ നോട്ട് ബുക്കുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒരു നോട്ട് ബുക്ക് തിരയുക. ഇവരുടെ ഓർമ്മയിൽ ഇവർ പണ്ട് വള്ളത്തോൾ കവിത എഴുതി, വള്ളത്തോൾ അനുഗ്രഹിച്ചു, കഥ എഴുതുക. അപ്പോൾ ഇവർ ഈ കുട്ടിയോട് പറയും കഥ എഴുതുമായിരുന്നു. അപ്പം ഭർത്താവ് വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഈ കഥ. അപ്പോൾ ഈ കഥ അദ്ദേഹം കാണാതെ എഴുതി ഒളിച്ച് എവിടെയോ കുട്ടികളുടെ നോട്ട് ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിരുന്നു. ആ നോട്ട് ബുക്ക് കാണുന്നില്ല. അപ്പോൾ രാവിലെ മുതൽ അമ്മയുടെ ജോലി ഇത് തിരയലാണ്, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തിരയല. അങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ. അതെന്തൊരു ഡിവാസ്റ്റേറ്റിംഗ് ആയ വേദനയാണ്. ഒരുപക്ഷെ എഴുതാൻ അറിയുന്ന ഒരാൾക്ക്, എഴുതാൻ ചിലപ്പോൾ കഴിയാതെ വരുന്ന ആൾക്ക് ആ മുഴുവൻ കരയാതെ വായിച്ചു. അതെ, അതിൽ അവസാനത്തെ രംഗം ആ കഥയിൽ അവസാനിക്കുന്നത് ഈ കുട്ടി ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഭർത്താവ് വരുന്നു. ഭർത്താവിൻ്റെ കൂടെ ഒരു കല്യാണത്തിന് പോയില്ല. അപ്പോൾ അയാൾക്ക് അതിൻ്റെ ദേഷ്യമുണ്ട്. അപ്പോൾ അയാൾ വളരെ ഈർഷ്യയോടെ നോക്കുന്നുണ്ട്, എന്താ നീ നോക്കണതെന്ന്. അപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്ത ആരോടും പറയാത്തൊരു കാര്യം ഈ പെൺകുട്ടിയോട് പറയും, ഞാൻ മരിക്കാൻ നോക്കിയിട്ടുണ്ട്, എങ്ങനെയാ മരിക്കുന്നതെന്ന് അറിയോ, ഇവിടെ ഇങ്ങനെ ഒരു ഇത് വെക്കണം, ഒരു ഇതുകൊണ്ട് മുറിച്ച് നോക്കിയിട്ടുണ്ടെന്ന് അപ്പം പറയുന്നുണ്ട് ഇവർ. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ കഴുത്തിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കും എന്താണ് പറയും, ഞാൻ ഓർമ്മയുടെ ഞരമ്പ് തേടുകയാണെന്ന് പറയും. ഓർമ്മയുടെ ഞരമ്പ് പോയാൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലല്ലോ. ഈ ക്രിയേറ്റിവിറ്റി ഇപ്പൊ എഴുതുന്ന സ്ത്രീയോട് നിരന്തരം ചോദിക്കുന്നത് നിങ്ങൾ ഈ എഴുതിയത് നിങ്ങളുടെ ജീവിതമാണോ എന്നാണ്. ഈ ചോദ്യം ഫേസ് ചെയ്യാത്ത ഒരു സ്ത്രീ ഉണ്ടാവില്ല. എന്തുകൊണ്ട് ഇങ്ങനെ എഴുതുന്നത് സ്ത്രീയാണെങ്കിൽ ഈ ചോദ്യം തീർച്ചയായും ഫേസ് ചെയ്തിരിക്കും. ഇത് എന്താണ് നിങ്ങൾ ഇങ്ങനെ എഴുതിയത്, എവിടുന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്? അത് സ്ത്രീയുടെ ക്രിയേറ്റിവിറ്റി അല്ല, അനുഭവമായിട്ട് മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത്. അത്രയും വളരെ താഴ്ന്ന നിലയിൽ സ്ത്രീയുടെ എഴുത്തിനെ ചിന്തിക്കുന്നവരാണ് പലരും. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് തോന്നിയത് എഴുതും എന്നു പറയാനുള്ള കെൽപ്പുള്ള എത്ര സ്ത്രീകളുണ്ടാവും? അങ്ങനെയുള്ളവർക്ക് മാത്രമേ തുറന്നെഴുത്തിന്റെ അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റിയെ ഏത് എക്സ്റ്റെന്റ് വരെയും തുറന്നെഴുതാൻ കഴിയും. അല്ലാത്തത് എല്ലാം ഒരു കംഫർട്ട് സോണിനകത്ത് നിന്നുകൊണ്ട് സ്ത്രീയെ തന്നെ ഡെവലപ്പ് ചെയ്യുക, അവളെ തന്നെ എന്ത് ചെയ്യുക, ഒരു രാധയായും സൗകര്യമുള്ള രീതിയിലുള്ള പെൺകുട്ടിയൊക്കെ ആയി മാത്രം എഴുതുന്നത്. അതേസമയം പുരുഷന്മാരുടെ എഴുത്തിലുമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം വായിച്ചത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിച്ചു കയറി ദൂരെറിയാൻ തോന്നി. കാരണം ഒരു കഥയിലും യഥാർത്ഥത്തിൽ ഒരു ജീവനുള്ള ഒരു സ്ത്രീയെ, കുറേ കഥകളാണ്, ഞാൻ ആ പേരൊന്നും പറയുന്നത്, ഒരു കഥയിലും യഥാർത്ഥമായി നമ്മൾ ഒരു ജീവനുള്ള ഒരു സ്ത്രീയെ കാണുന്നില്ല. ഒന്നുകിൽ അഭിസാരികയായിട്ടായിരിക്കും, അല്ലെങ്കിൽ വല്ലാതെ നിരാശ ബാധിച്ച സ്ത്രീകൾ, ഭർത്താക്കന്മാരുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും ഒക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രം ജീവിക്കുന്ന സ്ത്രീ. ഇങ്ങനെയല്ലാതെ അയാളുടെ സ്ത്രീ സങ്കല്പം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിപ്പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്.
സ്ത്രീകൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ കാലത്തിലെ സ്ത്രീ ഇങ്ങനെയൊന്നുമല്ല എന്ന് പുള്ളിക്ക് കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കഥയിൽ ഒരു സ്ത്രീയെങ്കിലും അങ്ങനെ വന്നേക്കും. കുറേ ഉണ്ട്, കുറേ സ്ത്രീകളുടെ പിന്നെ ഭാഗത്ത് നിന്നുള്ള എനിക്കറിയാവുന്ന ഒരു 30 വർഷം മുമ്പ് ഞാൻ കണ്ട ഒരു സ്ത്രീ, അവര് രാവിലെ എഴുന്നേറ്റിട്ട് ഹസ്ബൻഡിന് ബ്രഷിൽ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ഇദ്ദേഹം പല്ല് തേച്ച് കുളിക്കാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഡോർ അടക്കില്ല. ഇവരിങ്ങനെ അങ്ങേര് കുളിക്കുന്ന ഇവര് നോക്കിക്കൊണ്ടിരിക്കണം. അങ്ങേർക്ക് അതിൽ ഒരു ആനന്ദം. എന്നിട്ട് അപ്പൊ അവ ഇങ്ങോട്ട് വരല്ലേ, ഇപ്പൊ ചേട്ടൻ കുളിക്കുവാണേ. ഓ ശരി, അപ്പൊ ചേട്ടൻ തുറന്നിട്ടിട്ടാണോ കുളിക്കുന്നേ എന്ന് ഞാനിങ്ങനെ തമാശയായിട്ട് ചോദിച്ചു. അത് കഴിഞ്ഞ് കുളിച്ച് വരുമ്പോ ചൂട് മുണ്ട് വേണം ചേട്ടൻ. ഇങ്ങനെ അയൺ ചെയ്ത് ചേച്ചി ഇങ്ങനെ ഇത് പിടിച്ചിങ്ങനെ നിക്കണം, ടവല് പിടിച്ച് നിക്കണം. ചേട്ടൻ കുളി കഴിഞ്ഞോണ്ട് ചേച്ചി ടവല് കൊടുക്കുന്നു, വേഗം മുണ്ട് തയ്ക്കുന്നു, ഉടുക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങൾ ഈ കല്യാണം കഴിക്കുന്നവർ ഇതൊക്കെ ആരാ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഇവര് ഭയങ്കര ധർമ്മപത്നി ആവാനുള്ള ഒരു ശ്രമം നടത്തുന്നതാണിത്. എന്തിനാണ് ഇങ്ങനെ ഒരു ഓവർ ആക്ട് ചെയ്യുന്നത്? എന്തിനാണ്? സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു, നല്ലൊരു കണ്ടം പൂച്ച. ആ കണ്ടം പൂച്ച എങ്ങനെയാന്ന് ആ കണ്ടം പൂച്ച രാവിലെ ഞാൻ വിളിച്ചിട്ട് വന്നൊന്നുമല്ല, വന്ന് കയറിയതാ. അപ്പോൾ ആശാൻ എങ്ങനെ രാവിലെ നമ്മൾ കതക് തുറക്കുമ്പോൾ 4 കാലിൽ ആശാൻ അവിടെ കാണും. അപ്പം ഞാൻ പാവല്ലെന്ന് വിചാരിച്ച് പാല് ചൂടാക്കി. ആ പാലൊക്കെ കൃത്യം ആ ചൂടിനൊക്കെ ഒരു കറക്റ്റ് ഇതുണ്ട് കേട്ടോ. ആ ശകലം കൂടിപ്പോയി ആശാനെങ്കിലും മുഖത്തേക്ക് നമ്മളെ കൊല്ലുന്ന പോലെ നോക്കുന്നു. കൊടുക്കും, ആശാൻ അത് കുടിക്കും. കുടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒരു കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് വെയിൽ വരുമ്പോഴേക്കും പോയി കുറേ കസർത്തും കുളിയും ഒക്കെ. അതെല്ലാം കഴിഞ്ഞ് പിള്ളേരിറങ്ങി വരുമ്പോൾ ഇളയവളെ വലിയ ഇഷ്ടമാണ്, സന്തോഷം. മൂത്തതിനെ കാണുമ്പോൾ ഉത്തരവാദിത്വം ഇഷ്ടപ്പെടുത്തില്ല. ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് നല്ല ഭഗവാൻ, ആർക്കറിയാം ചത്തു പോകുമ്പം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇവർ ഈ സുമംഗലിയായിട്ട് ജീവിച്ചിട്ടില്ല, അവരുടെ സ്വർഗത്തിൽ കയറ്റണ്ട, ഒരു പേരിന് ഒരു ഭർത്താവിനെ കൊടുത്തേക്കാന്ന് പറഞ്ഞു. ചേട്ടൻ തന്നെയാണ് ഞാൻ വിളിച്ചിരുന്നത്. ചേട്ടൻ മരിക്കുന്നവരെ സേവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു റെക്കോർഡുണ്ട്. ചേട്ടൻ ഇങ്ങനെ വെയിലത്ത് പോയി കിടക്കും, പിന്നെ ചേട്ടൻ വെയിലത്ത് കിടക്കും. രണ്ടാമത് വരും, അപ്പൊ അദ്ദേഹത്തിന് വീണ്ടും പാല് കൊടുക്കും, പാല് കുടിക്കും, ചേട്ടൻ ഡിസപ്പിയേഴ്സ്. പിന്നെ ചേട്ടൻ രാത്രി 9 മണിയാവും. അതും ഈ 4 കാലിൽ പൂച്ചയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല, 4 കാലിൽ അദ്ദേഹം വീണ്ടും വരും, നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വീണ്ടും കിടക്കും. ഈ കിടപ്പ് അപ്പൊ ഞാൻ ഇപ്പൊ ഇതിനൊരു പേരിടണമല്ലോ, എന്തായാലും നമ്മുടെ വീട്ടിൽ വന്ന് കയറി നല്ല തടിയൻ കാണണോ, അവൻ എന്തൊരു യോഗ്യൻ, ഇവിടുത്തെ ഒരുമാതിരി ആണുങ്ങളെക്കാളെല്ലാം കൊള്ളാം, നല്ല യോഗ്യനായ ഒരു ചേട്ടൻ, നല്ല യോഗ്യനായ ചേട്ടൻ, ഒട്ടും മോശമല്ല, നല്ല വൃത്തിയാണ്, നല്ല സ്വയം തുടച്ചൊക്കെ ആശാൻ. നമ്മളൊക്കെ ഇനി പുച്ഛത്തോടെ നോക്കുള്ളൂ, അതാണ് ഒരു അപ്പം ചേട്ടന് പക്ഷേ ഈ പറഞ്ഞ പോലെ വേറെ ശല്യമൊന്നുമില്ല. ചേട്ടൻ പക്ഷേ എപ്പോഴും ഇറങ്ങിപ്പോവും, ഭക്ഷണം കറക്റ്റ് ആയിരിക്കണം ഒരു സമയത്ത്. പിന്നെ ചേട്ടൻ ഒരു ഗേൾ ഫ്രണ്ടെ കൊണ്ടുവന്നു, അത് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ ചേട്ടനെ വിളിക്കാൻ തുടങ്ങി. നമുക്ക് ചേട്ടനോ ഇല്ല, ഈ ചേട്ടൻ മതി, ഈ ചേട്ടന് സോ മച്ച് ബെറ്റർ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, വേറെ ശല്യമൊന്നുമില്ലല്ലോ, സമാധാനം നമ്മൾ കിടന്ന് ഉറങ്ങുന്നില്ലേ രാത്രി, വേറെ ശല്യമൊന്നും. ഒരു പെണ്ണിനെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ്, അതായത് വിവാഹം വരെ വീട്ടിലുള്ള പല അംഗീകരിക്കായിക കുറേ ഫേസ് ചെയ്തിട്ടാണ് ഒരു പെണ്ണ് വിവാഹം കഴിച്ച് അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പരിചയമില്ലാത്ത 2 പേര്, പിന്നെ അവരാണ് ലോകം. അത് ചാടിക്കടന്ന് പിന്നെ അമ്മയായി, പിന്നെ അമ്മൂമ്മയായി. ഞാൻ എപ്പോഴും പല കുട്ടികളോട് പറയും, ലൈഫ് ഇങ്ങനെ കുറേ നേരത്തെ പറഞ്ഞ മാതിരി കുറേ ഹേർഡിൽസ് ആണ്. ഇത് ചാടി എത്തിയിട്ട് തിരിഞ്ഞിങ്ങനെ ഒരു നോട്ടം നോക്കുമ്പോ അത് സത്യമാണ് കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോ യാത്രയാണ് എന്താണ് നമ്മളിപ്പോ എന്താ ചാടിക്കടം? അല്ല, അത് സത്യമാണ്. കാരണം ഞാൻ സങ്കടം തോന്നരുത് എന്നേ ഉള്ളൂ. അല്ല, സങ്കടം തോന്നുന്നുണ്ട് ഒരുപാട് പേർക്ക്. എൻ്റെ കൂടെ പഠിച്ചപ്പോൾ എനിക്ക് പണ്ട് മുതലേ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, സ്കൂള് മുതലേ ഉള്ള ഫ്രണ്ട്സുമായിട്ട് ഇപ്പോഴും വളരെ സജീവമായ കോണ്ടാക്ട് ഉണ്ട്. കോളേജിലും സ്കൂളിലും എൻ്റെ കൂടെ പഠിച്ചവർ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഹേർഡിൽസ് ചാടിക്കടന്ന ഒരാളാണ്. അപ്പം ഈ കടക്കുന്ന സമയത്തൊക്കെ അവർ പറയും, നീ ഇങ്ങനെ ഇതിനൊക്കെ പോയിട്ടല്ലേ, ഭർത്താവിന് പറയുന്നത് കേട്ടടങ്ങി ഒതുക്കി കഴിഞ്ഞിരുന്നെങ്കിൽ. ഞാനിപ്പോൾ എന്തപ്പാ അയാൾ പറഞ്ഞത് കേൾക്കായൊന്നും ഇല്ലല്ലോ, അങ്ങനെയൊന്നുമല്ല, എനിക്ക് വേറെ ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതല്ല, നീ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, അതെന്താ അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെയൊന്നും ഇല്ല. കുടുംബജീവിതം ആകുമ്പോൾ എല്ലാം വിട്ടുകൊടുക്കും. അപ്പോൾ ആ സമയത്ത് ഇവരെല്ലാം ചെറുപ്പക്കാരികളാണ്, കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്, ഭർത്താവ് ചെറുപ്പക്കാരനാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നും കേട്ടോ. ചില സമയത്ത് ഞാൻ നോക്കുമ്പോൾ അവരൊരുമിച്ചൊക്കെ യാത്ര പോകുന്നു,
ഹസ്ബൻഡും വൈഫും സിനിമയ്ക്ക് പോണു, അവര് യാത്ര പോകുന്നു, നമ്മൾ നേരെ 2 പിള്ളേരെ പിടിച്ച് വീട്ടിലിരിക്കുന്നു. അല്ല പക്ഷെ ചേച്ചി ഇപ്പോ എനിക്ക് വയസ്സ് 50, ഈ പറഞ്ഞ ആൾക്കാർക്കെല്ലാം എൻ്റെ പ്രായമായി. ഒരു 46 വയസ്സൊക്കെ ആയപ്പോഴേക്കും ടോൺ മാറാൻ തുടങ്ങി. കാരണം മക്കൾ 2 പേരും വീട്ടിൽ നിന്ന് പോയി. എന്ന് മാത്രമല്ല ഇവരൊക്കെ ഈ ഭയങ്കര നല്ല അമ്മമാരായി, ഈ പറഞ്ഞ നല്ല അമ്മമാർ ആയതുകൊണ്ട് ഇങ്ങനെ രാവിലെ എഴുന്നേക്കടാ, ട്യൂഷന് പോടാ, അത് ചെയ്യടാ, ഡോക്ടർ അവിടെ, എഞ്ചിനീയർ അവിടെ, കല്യാണം പ്രേമിക്കുന്നെങ്കിൽ നായരെ തന്നെ പ്രേമിക്കടാ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന തള്ളമാരാണ്. അപ്പൊ ഈ പിള്ളേർ ജീവന് കൊണ്ടുപോയി. അവര് പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഫോർമലായിട്ട് അറിയാമല്ലോ, ഓണം ഒരു ദിവസം വന്നു, വിഷു ഒരു ദിവസം വന്നു, പിറന്നാളിന് ഐ ലവ് യു മദർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെ ഇവർക്ക് അറിയുകയും ചെയ്യാം. ഇതൊക്കെ ഈ ഷോയാണ്. ഹസ്ബൻഡ് ദ മാൻ ഈസ് ഗോയിങ് ത്രൂ ഹിസ് ഓൺ ബ്ലഡി ക്രൈസിസ്. ഈ ആണുങ്ങൾക്ക് മെനപ്പോസ് ഉണ്ട്, അവരത് സമ്മതിച്ചില്ലെങ്കിലും ആ പുരുഷന്മാരുടെ മെനപ്പോസിൽ കൂടെ കടന്നു പോവാണ് ഭർത്താവ്. അപ്പോൾ അത് ഇവർക്ക് അറിയില്ല. ഷീ ഫീൽസ് ടോട്ടലി റിജക്ട്. ഈ പറയുന്ന ഫ്രണ്ട്സ്, ആൻഡ് ഇത് ഒരാളല്ല, പലരും. അപ്പോൾ ഒരു 46-47 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഈ എംപ്റ്റിനെസ് സിൻഡ്രോം പ്ലസ് ഈ ഹസ്ബൻഡ് റിജക്ട് ചെയ്യുന്നു എന്നുള്ള തോന്നുന്നു. ഹസ്ബൻഡ് തിരിച്ചു വരും, കാരണം അങ്ങനെ ഓൾഡ് ഏജ് ഇൻഷുറൻസ് ആയതുകൊണ്ട് തിരിച്ചു വരും. അത് ഇച്ചിരി വെയിറ്റ് ചെയ്താൽ മതി, അതൊക്കെ തിരിച്ചു വന്നു തുടങ്ങി എല്ലാവരും, കുഴപ്പമില്ല. പക്ഷേ ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന് ഇടയ്ക്ക് പെട്ടെന്ന് ആ ഒരു ചെറിയ ഗ്യാപ്പിലാണ് ഇവർ തിരിഞ്ഞു നോക്കുന്നത്. തിരിച്ചു നോക്കുമ്പോഴേക്കും ഞാൻ എന്താ ചെയ്തത്, ഞാൻ എന്താ ജീവിതത്തിൽ ചെയ്ത, ഒന്നും ചെയ്തിട്ടില്ല. രാവിലെ എഴുന്നേറ്റു, അവിയലുണ്ടാക്കി, തീയലുണ്ടാക്കി, ഇത് തന്നെ. ഇതിൽ കൂടുതൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള തോന്നൽ ആ അപ്പം നമ്മൾ ഈ സ്ത്രീകൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ എത്ര പ്രധാനമാണെന്ന് എനിക്കങ്ങനെയല്ല. എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ഫീൽ റിച്ച്. എനിക്ക് ഇന്ന് ഇപ്പൊ കാലൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അതെ നമുക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞാൽ ഞാൻ താഴെ കൈയും പിടിച്ച് എൻ്റെ പാട്ട് കാലനെങ്കിൽ കാലൻ പോകും. എനിക്ക് ഒരു പ്രശ്നമില്ല, കാരണം ഞാൻ ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അപ്പോഴും ആലോചിച്ചാൽ മതി, അത് നേരത്തെ പറഞ്ഞ മാതിരി ആ പ്ലഷർ ഇല്ലേ, ആ പ്ലഷറോട് കൂടെ ഒരു ചേട്ടൻ വന്നിരിക്കുക, കൈ പിടിച്ചു കൊണ്ടുപോകാൻ ആശാന്റെ തലയിലൊരു തൊണ്ട്, കയ്യിലൊരു എന്നാലും വിളിച്ചല്ലേ നമുക്ക് പോവാം. ഞാൻ പറയുന്ന അറ്റ്ലീസ്റ്റ് സന്തോഷം എന്ന് പറയില്ലേ. കുട്ടികളെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് റേസ് ചെയ്തു. അവർ 2 പേരും എനിക്ക് നന്നായിട്ടറിയാം. അവർ എന്തോന്നായാലും അവർ വൃത്തിയോട് കാണിക്കില്ല, അവർ കള്ളം പറയില്ല, അവർ ദേ വിൽ നോട്ട് ഡു എനിത്തിങ് ബാഡ്, ദിസ് ഐ നോ. അത്രയും മതി. അവർ ഒരു വലിയ മഹാറാണി ആവണമെന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഡീസൻറ്റ് ഹ്യൂമൻ ബീങ്സ്, അത് മതി എനിക്ക്. അതുകൊണ്ട് ഇന്ന് ചാവാൻ പറഞ്ഞാൽ സന്തോഷമായിട്ട് ചാവും, ഒരു പ്രശ്നവുമില്ല. അല്ല, ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ കുറേ പെൺകുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് കുട്ടികളായി കഴിയുമ്പോൾ ശരിക്കും ഒരു 45-50 വയസ്സിലാണ് ഒരു സ്ത്രീ ഒന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഏജാണ്. അതുവരെ ഡ്യൂട്ടീസാണ്, അതുവരെ ഇങ്ങനെ ഡ്യൂട്ടീസാ. ഇത് കഴിഞ്ഞ് ഇവരൊന്ന് റിലാക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദേ പിള്ളേര് പിടിച്ചോ എന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇവരങ്ങ് പോകും. ഭയങ്കര സങ്കടമാണ് കേട്ടോ. അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യണമെന്നുണ്ടാവും, സൗഹൃദം ഉണ്ടാകും, എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷേ മക്കളുടെ അടുത്ത് എനിക്ക് വയ്യ നോക്കാനെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ സ്ത്രീ പദം നഷ്ടപ്പെട്ടു പോയാലോ. ഒരമ്മയില്ലേ, അയ്യോ അത് അമ്മൂമ്മമാരുടെ, ഇത് ആർക്ക് വേണ്ടിയാണെന്നറിയോ? സമൂഹത്തിന് വേണ്ടിയാണ്. ഇഷ്ടമില്ലെങ്കിൽ കൂടി സമൂഹത്തിന് വേണ്ടി ഭയന്നുകൊണ്ട് അവർ ആ റോള് ഏറ്റെടുക്കുകയാണ്. അവിടെ ഏറ്റവും അധികം നഷ്ടം എന്ന് പറയുന്നത് ആർക്കാണ്? ഈ അമ്മയ്ക്ക് തന്നെയാണ്. അപ്പം മക്കൾ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, അവർ ആലോചിക്കണം, ഇനി അവരുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ. ഇത്രയും കാലം അവരുടെ അച്ഛനമ്മമാരെ ഭയന്ന് ജീവിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് ഭർത്താവിൻ്റെ അമ്മ, ആ കുടുംബം, അതിൻ്റെ മക്കള്, ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് സ്വസ്ഥമായി എന്ന് അവരെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ദയവായിട്ട് സ്ത്രീകളെ അനുവദിക്കുക. അല്ല, അല്ലെങ്കിൽ പ്രസവിക്കേണ്ടത് ഞാൻ പറയുന്നത്, ഭൂലോകം ഒന്നും ഇടിഞ്ഞു വീഴില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെത്താനെ വളർത്താൻ പറ്റിയില്ലെങ്കിൽ പ്രസവിക്കാൻ യാതൊരു നിർബന്ധവും ഇല്ല. എന്തിനാ അപ്പൊ അവനവന് കുട്ടികളെ സ്വയം വളർത്താൻ പറ്റുമെങ്കിൽ മാത്രം പ്രസവിക്കുക, ഇല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കും. സന്തോഷം എന്ത് ചെയ്യാ, ഫീൽ ചെയ്യാൻ സ്ത്രീകൾ പഠിക്കുക എന്നുള്ളതാണ്. അല്ല, ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഇഫ് യു ഡോണ്ട് ഫൈൻഡ് സന്തോഷിക്കുക. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇത് ഐ ആം ഹാപ്പി ഇൻ ഡൂയിങ് ഓൾ ദീസ് തിങ്സ് സ്വയം തിരിച്ചറിയുന്നിടത്ത്. പക്ഷെ അത് അവനവനോട് പറയുന്ന സത്യസന്ധമായിരിക്കണം, അത് മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നതാവരുത്. അവിടെയാണ് അതിന്റെ